അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ പൂർണ്ണമായി സ്റ്റേ ഇല്ല എന്ന വാക്ക് കേന്ദ്ര സർക്കാരിന് ഉപയോഗപ്പെടുത്താനാവില്ലേ? അതായത് രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമത്തിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കാം, അതിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കാം, നിയമ തടസ്സം തൽക്കാലത്തേക്കുണ്ടാകില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിനകത്തൊരു അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇത് കേശവാനന്ദ ഭാരതിയുടെ കേസ് കേരളത്തിലെ മലബാറിലെ ഒരു ക്ഷേത്രത്തിന്റെ ഭൂമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണല്ലോ, വളരെ പഴക്കമുള്ള ഒരു കേസാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ കേസിനകത്ത് സുപ്രീം കോടതി ഇങ്ങനെ അന്ന്, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളും അടിസ്ഥാന തത്വങ്ങളും അത് മാറ്റാൻ പറ്റത്തില്ല എന്നതുപോലെ ഇവിടെ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമം, ആ നിയമത്തിന് അതിനകത്ത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു വിഷയമാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സുപ്രീം കോടതി അതിനകത്ത് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർലമെന്റിന് വീണ്ടും അതിനെ മറികടക്കുന്നതിനുള്ള നിയമങ്ങൾ പാസ്സാക്കാം. കാരണം നമ്മുടെ രാജ്യത്ത് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്ന പാർലമെന്റാണ്, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പാർലമെന്റിനാണ് അതിന് അധികാരമുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യത്തിൽ ചട്ടങ്ങളുമായിട്ട് ഗവൺമെന്റ് പോകുന്നത് അത് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനോടുള്ള ഒരു ലംഘനമായിട്ടായിരിക്കും അത് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ കാര്യത്തിൽ വളരെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് വാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അതുപോലെ തന്നെ അനുകൂലിച്ചുകൊണ്ട് 7ഓളം സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും കേട്ടതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമമായ ഒരു കാര്യം പറയാവൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി ഈ നിയമത്തെക്കുറിച്ച് ഒരു ചട്ട രൂപീകരണം തൽക്കാലം ഇപ്പോൾ അത് നടത്തുന്നത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് വഴി വയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത്രയും ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ മുമ്പ് ഇവിടെ ബഹുമാന്യ സ്നേഹിതൻ സൂചിപ്പിച്ച ഒരു കാര്യം, 1995 വഖഫ് നിയമത്തിൽ എനി പേഴ്സൺ, അത് ആ നിയമത്തിന്റെ പ്രിയാമ്പിൾ തന്നെ പറയുന്നത്, അത് വായിച്ചാൽ അറിയാം, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പണ്ട് ഞാനൊരു തമാശ, നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല, 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് രൂപീകരിച്ചു. അപ്പൊ ഈ മാർക്സിസ്റ്റ് എന്ന് ബ്രാക്കറ്റിൽ ഇടുന്നതിനെ കളിയാക്കിക്കൊണ്ട് കണിയാപുരം രാമേന്ദ്രന്റെ ഒരു പ്രസംഗമുണ്ട്. അതായത് പ്രസവ വാർഡെന്ന് എഴുതിയാൽ പിന്നെ അതിന്റെ അടിയിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതേണ്ടതില്ല. 1995 ഈ നിയമം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് കൊണ്ട് പിന്നെ അതിന്റെ അകത്ത് എനി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം, എനി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേ ഉള്ളൂ. അതർ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു വ്യാഖ്യാനം, അങ്ങനെ ഒരു വ്യാഖ്യാനം ഇല്ല. ഞാനൊരു തമാശ എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടി പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പൊ അതിനകത്ത് എനി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ഈ കമ്മ്യൂണിറ്റിക്ക് വെളിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നില്ല. കാരണം ആ നിയമത്തിൽ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് അതിന്റെ പ്രിയാമ്പിളിൽ പറയുന്നത് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ വഖഫുമായിട്ടാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇനിയിപ്പോ അതിനകത്ത് ആംബിഗിറ്റി ഉണ്ട് എങ്കിൽ അത് എന്തോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ നിയമത്തിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, അതർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 പേർ, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള 2 പേർ വേണം. അത് തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം. അതിന്റെ ഒരു ആവശ്യം ഈ നിയമത്തിലുണ്ടോ, അതിന്റെ ആവശ്യം എന്ത് എന്നുള്ള ഒരു കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സി കൃഷ്ണരാജ്. യെസ് സർ. ശ്രീ സ്റ്റാലിൻ ദേവൻ, അതായത് ഇതേ ചോദ്യം തന്നെ ഞാൻ ആവർത്തിക്കട്ടെ, എന്തുകൊണ്ട് തടസ്സമുണ്ടാകും, അതിനെന്താണ് സാധ്യത? എന്തുകൊണ്ട് തടസ്സം? അതായത് ഈ പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ല എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഏത് തരത്തിലാകും ഇനി ഈ ബില്ലിൻ്റെ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുക? അതായത് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഈ വാദത്തിനിടയ്ക്ക് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന സമയത്ത് എൻ്റെ ഹൈക്കോടതി തന്നെ ഈ വഖഫ് ബോർഡുകാർ അടിച്ചുകൊണ്ട് പോയി വഖഫായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്നലെ വന്നാൽ ഇരുപക്ഷത്തെയും പിന്നെ വക്കീലന്മാർക്കും ബോധ്യമുണ്ടായിരുന്നു ഒരുപാട് ഭരണഘടനാ വിരുദ്ധമായ ഒരു ആക്ട് ആയിരുന്നു 1995 ആക്ട്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ 40, 108A ആൻഡ് 107. അപ്പോൾ അതുകൊണ്ടാണ് പൂർണ്ണമായും ഒരു സ്റ്റേ ഇവർ അതാണല്ലോ ആവശ്യപ്പെട്ടത്, പൂർണ്ണമായും സ്റ്റേ ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പം അതിനെന്തായാലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് വസ്തുനിഷ്ഠമായി കാണിക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് മൗലികാവകാശങ്ങൾ എവിടെയൊക്കെയാണ് ഹനിക്കപ്പെടുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 25 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, അത് വഖഫിൻ്റെ അകത്ത് മാത്രം നിൽക്കും. ഇത് വന്നിട്ട് വഖഫ് ആക്റ്റാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസിങ് ബോഡി മാത്രമാണ്.
അത് അവരുടെ മതപരമായ ഒരു വഖഫിൻ്റെ യാതൊരു വിധത്തിലുമുള്ള മതപരമായ ഒരു കാര്യത്തിലും ഇടപെട്ട് പോകരുതെന്ന് നേരത്തെ ഇവർ കൊണ്ടുവന്ന വഖഫ് ആക്ടിൻ്റെ 38(3) പറയുന്നുണ്ട്. ദ CEO ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനി റിലീജിയസ് അഫേഴ്സ് ഓഫ് ദ വഖഫ്സ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ട് കണ്ണിൽ കാണണം. വഖഫുകൾ വേറെ, അത് മതപരമായ കാര്യങ്ങളാണ്. ഇതൊരു പോലീസ് ഡ്യൂട്ടിയാണ്. സൂപ്പർവിഷൻ മാത്രമുള്ള ഒരു ബോഡി കോർപ്പറേറ്റാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. വഖഫ് ബോർഡിന് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വാദങ്ങൾ വരുമ്പോൾ അതൊക്കെ വരും. ഇതിപ്പോൾ വന്നിട്ട് അഡ്മിഷൻ സ്റ്റേജിലുള്ള പ്രിലിമിനറി വാദങ്ങൾ മാത്രമായിരുന്നു. ഇതുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിൽ ഒരിക്കലും എത്താൻ സാധിക്കില്ല. വഖഫ് ബോർഡിന് നിയമപരമായിട്ട് മതപരവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മാത്രമാണ് ഈ വഖഫ് ഭേദഗതി പുതിയതായിട്ട് വന്ന നിയമം ഇവർ പറയും പോലെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിക്ക് തോന്നുന്നില്ല. അതിൽ 1-2 കാര്യം. ഒന്ന്, നിങ്ങൾ എന്തുകൊണ്ട് നോൺ മുസ്ലിംസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് വേണമെന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ BJP സർക്കാരിന് അവോയ്ഡ് ചെയ്യാമായിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 5 വർഷം ഉണ്ടെങ്കിലേ വഖഫ് ഉണ്ടാക്കാൻ സാധിക്കൂ. അത് നിഷ്പ്രയാസം അതിൽ പെടുത്താതിരിക്കാൻ കഴിയുമായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ടൊരു കാര്യത്തിലും വടി കൊടുത്ത് BJP അടി വാങ്ങിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ കോടതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നതിന് പകരം സ്റ്റേ ചെയ്യാനേ പറ്റില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞേനെ. അപ്പോൾ അതാണ് അതിലെ കാര്യം. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നമ്മുടെ അടിസ്ഥാന ഘടന കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റുന്ന യാതൊരുവിധ നിയമങ്ങളും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കഴിഞ്ഞ അവർ കൊണ്ടുവന്ന വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 കൊണ്ടുവരികയാണ്. ആ സെക്ഷൻ 40 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന ഈച്ച് ആൻഡ് എവരി പ്രിയാമ്പുലർ പ്രോമിസ് ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ ലംഘിക്കുന്ന ഒരു ആക്റ്റായിരുന്നു ഇവർ 1995 കൊണ്ടുവന്ന ആക്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അന്ന് ആ ആക്ടിനെതിരെ 30 വർഷം കഴിഞ്ഞിട്ട് പോലും ആരും ഇതേ സമാന സ്വഭാവത്തിലുള്ള ഒരു റിട്ട് പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ പോയില്ല. അവസാനം വന്നിട്ട് ഏകപക്ഷീയമായി ഇങ്ങനെ വില്ലേജുകളും മറ്റും എടുത്തുകൊണ്ട് പോയ ഒരു സമയത്തിലാണ് ഇപ്പോൾ വന്നിട്ട് ഏകദേശം 312 റിട്ട് പെറ്റീഷൻസ് റീസെൻ്റ്ലി ഫയൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് ഇന്നലെ സുപ്രീം കോടതിയുടെ മുന്നിൽ വരികയുണ്ടായി. ഈ 1995 ഭരണഘടനാ വിരുദ്ധത ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഇത്ര റിട്ട് പെറ്റീഷൻ അവിടെ പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ പരിഗണിച്ചാൽ മാത്രമേ ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കൂ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഒരുപക്ഷെ BJP സർക്കാർ ഈ 2 കാര്യങ്ങൾ, നോൺ മുസ്ലിംസിനെ ബോർഡിൽ ചേർക്കണമെന്നുള്ളതും 5 വർഷം കുറഞ്ഞത് പ്രാക്ടീസിങ് മുസ്ലിം ആയിരുന്നാലേ വഖഫ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ള ആ ഒരു ക്ലോസും ഈ പുതിയ വഖഫ് ആക്റ്റിൽ കൊണ്ടുവന്നില്ലാതിരുന്നു എങ്കിൽ ഇന്നലെ ഈ BJP ഗവൺമെൻറ്റിന് സുപ്രീം കോടതിയിൽ യാതൊരു വിധത്തിലും ഉള്ള ഒരു തിരിച്ചടി, ഇതിപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള തിരിച്ചടിയാണ്, തിരിച്ചടിയൊന്നും പറയാൻ പറ്റത്തില്ല, വരത്തില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പൂർണ്ണമായ വിശ്വാസം. കാരണം ഈ ആക്റ്റിൽ എടുത്തു കളഞ്ഞ സെക്ഷനെ കുറിച്ചിട്ട് കപിൽ സിബലിന് ഒരു അക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല സുപ്രീം കോടതിയിൽ. പൂർണ്ണമായും എടുത്തു കളഞ്ഞ ക്ലോസിനെ കുറിച്ചിട്ടൊന്നും ഒരാരോപണവും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ ആരോപണം ഉന്നയിക്കാൻ ബേസിക്കലി സാധിച്ചത് ഈ നോൺ മുസ്ലിംസിൻ്റെ ഇൻഡക്ഷനും അതുപോലെ തന്നെ 5 വർഷം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരു ഘടകവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 26 വഖഫ് ബോർഡിനും വഖഫ് ആക്ടിനും ബാധകമാണെന്ന് ഈ വാദങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയുടെ അവസാനത്തെ ജഡ്ജ്മെൻറ്റിൽ തീർച്ചയായിട്ടും വരും. കാരണം സുപ്രീം കോടതിന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആർട്ടിക്കിൾ 26 വഖഫ് ബോർഡിന് ബാധകമല്ല എന്ന്.